ചെറുകുന്നിന് ഫുട്ബോൾ ആവേശം നിറയ്ക്കാൻ കെ കരുണാകരൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് വീണ്ടും സജീവമാക്കുന്നു. പ്രമുഖർ ബൂട്ടണിഞ്ഞ മൈതാനത്ത് മെയ് 6-ന് വീണ്ടും കളി ആരവങ്ങൾ മുഴങ്ങും. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ചെറുകുന്നിലെ കെ കരുണാകരൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് ഈ വർഷം വീണ്ടും സജീവമാകുന്നു. കെ കരുണാകരൻ സ്മാരക എവർ റോളിംഗ് ട്രോഫിക്കും 1 ലക്ഷം രൂപ പ്രൈസ് മണിക്കും വേണ്ടിയുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റാണ് സംഘടിപ്പിക്കുന്നത്. ഒരു കാലത്ത് പ്രമുഖരായ താരങ്ങൾ ബൂട്ടണിഞ്ഞ മൈതാനമാണിത്. കെ കരുണാകരൻ സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ നാടിന്റെ ആവേശമായിരുന്നു. IM വിജയൻ, ജോപോൾ അഞ്ചേരി, പാപ്പച്ചൻ ഷർഫലി തുടങ്ങിയ താരങ്ങൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. നൈജീരിയൻ താരങ്ങളായ അബ്ദുൽ ഗാനി, അൽഫാദിൽ എന്നീ താരങ്ങളും ബൂട്ടണിഞ്ഞ മൈതാനമാണിത്. അന്നത്തെ സെവൻസ് ഫുട്ബോൾ ടീമുകളായ തൃശൂർ ജയ ബേക്കറി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട്, സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, ജിംഖാന തൃശൂർ, ഫിറ്റ്വെൽ കോഴിക്കോട്, KRS കോഴിക്കോട് തുടങ്ങിയവരെല്ലാം മത്സരിച്ച ടൂർണമെന്റാണിത്. മെയ് 6 മുതൽ ചെറുകുന്ന് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് ആരംഭിക്കുന്ന ടൂർണമെന്റിന്റെ സംഘാടക സമിതി ഓഫീസ് മുൻ കേരള ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി കോച്ചുമായ ബിനീഷ് കിരൺ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ചെറുകുന്നിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ വരുന്ന 2 വലിയ ആഘോഷങ്ങളുള്ള ഒന്ന് ചെറുകുന്ന് അമ്പലത്തിലെ ഉത്സവവും വിഷുവിളക്ക് തൊട്ടുള്ള ഉത്സവവും അതേ സമയത്ത് തന്നെ നടന്നു വന്ന മറ്റൊരു ഉത്സവമായിരുന്നു ഈ സഖാവ് കെ കരുണാകരൻ സ്മാരക ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഒരുപാട് യുവജനങ്ങളുടെ അവരുടെ നല്ല ജീവിതത്തിലേക്ക് നയിച്ച ഒരു ഗ്രൗണ്ടും അവിടെ നടന്ന ഒരു ഉത്സവമായിരുന്നു ഈ ടൂർണമെൻറ്റ്. ഒരുപക്ഷെ നമ്മുടെ മലബാറിൽ ഇത്രയും നല്ല ഒരു ഗ്രൗണ്ടും ഇത്രയും നല്ല ഒരു ടൂർണമെൻറ്റും ഒരുപക്ഷെ ഈ തലമുറ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ പഴയ തലമുറക്ക് ഇത് നന്നായിട്ട് അറിയാം. കാരണം കേരളത്തിൽ ഉടനീളം ഒരുപക്ഷെ ഇന്ത്യയിലുടനീളം നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഈ ഗ്രൗണ്ടിൽ വന്ന് കളിച്ച അനുഭവങ്ങൾ പലരും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നാറുണ്ട്. എന്നെപ്പോലെ ഒരാളിപ്പോൾ KSEB സീനിയർ സൂപ്രണ്ടായിട്ട് ഇരിക്കുമ്പോഴും അതേസമയത്ത് കേരള ടീമിൻ്റെ കോച്ചാകുമ്പോഴും ISL പോലുള്ള വേദികൾ കമൻട്രി ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ പിൻബലം ഈ ഗ്രൗണ്ടും ഈ ടൂർണമെൻറ്റുമാണ്. പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ N. ശ്രീധരൻ പറഞ്ഞു. പുതിയ തലമുറ ഈ രംഗത്ത് മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുകയാണ്. അതോടൊപ്പം ഈ കളികൾ 6-ാം തീയതി തുടങ്ങാൻ വേണ്ടി വിചാരിക്കുക. മെയ് 6-നാണ് ഇത് തുടങ്ങുന്നത്. ഒരു 12-16 ടീമുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 2 ആഴ്ച കൊണ്ട് ആ 2 ആഴ്ചയിലേക്ക് ഒരു 10-15 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഈ ടൂർണമെൻറ്റിന് ആവശ്യമായിട്ട് ഫിക്സേഴ്സ് ഉണ്ടാക്കി അതിനടിസ്ഥാനപ്പെടുത്തി കളി തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. ഫുട്ബോൾ മത്സരം ആവേശമാക്കാനുള്ള ഒരുക്കത്തിലാണ് ചെറുകുന്ന് കണ്ണപുരം പ്രദേശത്തെ കായിക പ്രേമികൾ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.